ദശലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിനൊടുവിൽ ബുദ്ധി എന്ന ഒന്ന് നിങ്ങൾക്ക് നൽകപ്പെട്ടു. മൂർച്ചയുള്ള ഒന്ന് കയ്യിൽ കിട്ടുമ്പോൾ അതെങ്ങനെ പിടിക്കണമെന്ന് നിങ്ങൾ പഠിക്കണം, ശരിയല്ലേ? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു വലിയ സങ്കീർണമായ യന്ത്രം ലഭിച്ചു. പക്ഷേ നിങ്ങൾ അതിന്റെ യൂസർ മാനുവൽ വായിക്കാൻ പോലും കൂട്ടാക്കിയില്ല. സദ്ഗുരു, എന്റെ ജീവിതത്തിലെല്ലാം നല്ല രീതിക്കാണ് മുന്നോട്ടു പോകുന്നത്. ഞാൻ കഴിവിന്റെ പരമാവധി ചെയ്യുന്ന ചില സമയങ്ങളുണ്ട്. പെട്ടെന്നൊരു തോന്നൽ വരും. അതെന്നോട് പറയും, നിന്റെ വീഴ്ച അടുത്തെത്തി എന്ന്. ആ ശബ്ദം എന്നെ വല്ലാതെ അലട്ടുന്നു. നിങ്ങൾ നിലത്ത് കാലുകുത്തിയിരിക്കുക. അതെ, ഈ ഒരു തോന്നൽ മനസ്സിൽ കയറുന്നതോടെ എന്റെ പ്രകടനം ശരിക്കും മോശമാകാൻ തുടങ്ങും. അതുകൊണ്ട് സദ്ഗുരു, ഉള്ളിലെ ഈ പൈശാചിക ശബ്ദങ്ങളെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്? നിങ്ങളുടെ ഉള്ളിൽ എത്ര പിശാചുക്കളുണ്ട്? ഞാൻ കരുതിയത് ഒരേ ഒരു പിശാചുള്ളൂ എന്നാണ്. അത് നിങ്ങൾ തന്നെയാണ്. ഇക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വേണം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് രണ്ട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു ഐശ്വര്യമുള്ള ശബ്ദവും ഒരു ഭയാനകമായ ശബ്ദവും, അതിനർത്ഥം എന്തോ അത്ഭുതം സംഭവിച്ചു എന്നല്ല. അതിനർത്ഥം ഒന്നുകിൽ നിങ്ങൾക്ക് സ്കീസോഫ്രീനിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ എന്തോ ബാധിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നുകിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയോ കാണണം. ഇത് വളരെ പ്രധാനമാണ്. ഇത് ആളുകൾ മതത്തിന്റെ പേരും പറഞ്ഞ്, ആത്മീയതയുടെ പേരും പറഞ്ഞ്, എല്ലാറ്റിനുമുള്ള ഈ ആധുനിക പരിഹാരങ്ങൾ എന്ന പേരിലുമൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ ഇത് പ്രകടമാകുന്നുണ്ട്. ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ നമുക്ക് വലിയൊരു പദശേഖരം തന്നെയുണ്ട്. ആളുകൾ പറയും, ഓ, ഇതെന്റെ അഹങ്കാരമാണ്, ഇതെന്റെ ഈഗോ ചെയ്യുന്നതാണ്, ഇതെന്റെ ആത്മാവാണ്, ഇതെന്റെ ഇതാണ്, ഇതെന്റെ അതാണ്. ശരി, ഇത്രയും പേർ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയധികം ആളുകൾ ഈ ഒരു ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, അതൊരു അസുഖമല്ലേ, ശരിയല്ലേ? ഹലോ, ഈ ശരീരത്തിൽ ഒന്നിലധികം പേരുണ്ടെങ്കിൽ അത് അസുഖമല്ലേ? ഒരാൾ മാത്രം. ഈ ശരീരം ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, ശരിയല്ലേ? നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. ഇതിൽ നിങ്ങൾ മാത്രമാണുള്ളത്. മറ്റാരും ഇവിടെയില്ല. വേറെ ആരോ ഉണ്ടെന്ന് തോന്നുന്ന നിമിഷം അതൊരു തന്ത്രമാണ്. തുടക്കത്തിൽ നിങ്ങൾ തന്നെ കളി തുടങ്ങും. എന്തെങ്കിലും നല്ലത് നടന്നാൽ തീർച്ചയായും അത് ഞാനാണ്. എന്നാൽ എന്തെങ്കിലും നടന്നില്ലെങ്കിലോ, എനിക്കറിയില്ല, അത് വേറെ ഏതോ ശബ്ദമാണ്, മറ്റാരോ ആണ്, അതെന്റെ ഈഗോയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നിലവിലില്ലാത്ത പലതരം ജീവികളാണിവ. നിങ്ങൾക്കിതിനെ ആത്മാവെന്നോ പരമാത്മാവെന്നോ ഉള്ളിലിരുന്ന ദൈവം സംസാരിക്കുന്നുവെന്നോ പിശാച് സംസാരിക്കുന്നുവെന്നോ ഒക്കെ വിളിക്കാം. എപ്പോഴൊക്കെ ആളുകൾ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ, അപ്പോഴൊക്കെ വലിയ ദുരന്തങ്ങളാണ് ഉണ്ടായത്. അതെ, നിങ്ങളിത് കണ്ടിട്ടില്ലേ? 15-18 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കൽ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു. ഓ, എന്തു വലിയ ദുരന്തമായിരുന്നു അത്. 6 ലക്ഷം പേര് മരിച്ചു, ഒരു രാജ്യം തന്നെ തകർന്നുപോയി. ദൈവം സംസാരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാറുള്ളത്. കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ദൈവം സംസാരിക്കുന്നതിനെ കുറിച്ചല്ല. നിങ്ങൾക്ക് തികച്ചും യുക്തിരഹിതവും അനാവശ്യവുമായ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെയും പിശാചിനെയും അതിലേക്ക് വലിച്ചഴയ്ക്കും. അതുകൊണ്ട് ഉള്ളിൽ ഒന്നിലധികം ശബ്ദങ്ങളുണ്ടെങ്കിൽ ബാക്കിയുള്ളവയെ നിങ്ങൾ ഇല്ലാതാക്കണം. ഇതിനായി നമ്മുടെ മനസ്സിന്റെ ആ സങ്കീർണത നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ആരാണെന്ന് നിശ്ചയിക്കുന്ന സങ്കീർണതയാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം, ശരിയല്ലേ? ശരിയല്ലേ? നമ്മുടെ തലച്ചോറിന്റെ ഈ പ്രത്യേകതയാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്. ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പക്ഷെ ഇതിന്റെ പേരിലാണ് എല്ലാ മനുഷ്യരും ഇന്ന് കഷ്ടപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവസാനമായി നിങ്ങളെ ഒരാൾ കഠാര കൊണ്ട് കുത്തിയത് എപ്പോഴാണ്? ഹലോ, ഇവർ നിങ്ങളെ തീരെ ഗൗനിക്കുന്നില്ലല്ലോ. ശരി, ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ആപത്ത് ഒരു കൊതുക് കടിച്ചതാവാം. അത്രമാത്രം കഷ്ടപ്പാടേ ഈ ലോകം നിങ്ങൾക്ക് തരുന്നുള്ളൂ. ബാക്കിയുള്ള സങ്കടങ്ങളെല്ലാം നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ്, ശരിയല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്? കാരണം ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം, അതെ അല്ലെങ്കിൽ അല്ല എന്ന് പറയുക. കാരണം നിങ്ങളുടെ മറുപടി അനുസരിച്ചായിരിക്കും എൻ്റെ അനുഗ്രഹം.
നിങ്ങളുടെ ബുദ്ധി മൂർച്ചയുള്ളതാകണമോ അതോ മന്ദമാകണമോ? Okay. ഇവരേത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരാണ്? പൊളിറ്റിക്കൽ സയൻസ് ആണോ? സാർ, ഇത് ഇവിടത്തെ വിഷയങ്ങളിലൊന്നാണോ? കോളേജിലെ വിഷയങ്ങളിലൊന്നാണോ ഇത്? ഓ അല്ല, പിന്നെ എങ്ങനെ? നിങ്ങളുടെ കോളേജിൽ നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ ബുദ്ധി മൂർച്ചയുള്ളതായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനർത്ഥം ബുദ്ധി എന്നത് മുറിക്കാനുള്ള ഒരു ഉപകരണമാണ്. അതൊരു കത്തി പോലെയാണ്. അതിന് മൂർച്ച കൂടുന്തോറും അതിന് ഗുണവും കൂടും, അല്ലേ? അതുകൊണ്ടിപ്പോൾ ദശലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിന് ശേഷം ഞങ്ങൾ നിങ്ങൾക്കൊരു ബുദ്ധി നൽകി. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ പ്രകൃതിയുടെ പക്ഷത്താണ്, ഓക്കെ? ഞങ്ങൾ നിങ്ങൾക്ക് മൂർച്ചയുള്ള ഒരു മനസ്സ് നൽകി. ഇപ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരമാസകലം മുറിവേൽപ്പിക്കുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് പരാതിപ്പെടുകയും ചെയ്യുന്നു. ഇല്ല, മൂർച്ചയുള്ള ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതെങ്ങനെ പിടിക്കണമെന്ന് നിങ്ങൾ പഠിക്കണം. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കണം, ശരിയല്ലേ? തെറ്റായ വശത്താണ് നിങ്ങളിത് പിടിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാതെ കൈകാര്യം ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മുറിവേൽക്കും. ഇപ്പോൾ ഇതൊക്കെയും ഓരോരുത്തരുടെ വ്യക്തിപരമായ തോന്നലുകളാണ്. ഒരു ദിവസം എനിക്ക് ഇങ്ങനെ തോന്നുന്നു, മറ്റൊരു ദിവസം വേറൊരു രീതിയിൽ. അടിസ്ഥാനപരമായി മനുഷ്യൻ വലിയ രീതിയിലുള്ള കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ചിലർ യുദ്ധഭൂമിയിലാണ്, ചിലർ പട്ടിണി അനുഭവിക്കുന്നിടത്താണ്. അവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം, കാരണം അത് മറ്റൊരു സാഹചര്യമാണ്. എന്നാൽ ബാക്കിയുള്ളവർ എല്ലാവരും ഒരേ ഒരു കാര്യത്തിലാണ് കഷ്ടപ്പെടുന്നത്, അവരുടെ സ്വന്തം ബുദ്ധിശക്തി കൊണ്ട്. അവരുടെ പകുതി മസ്തിഷ്കം അങ്ങ് മാറ്റിയിരുന്നെങ്കിൽ അവർ വളരെ സമാധാനമായിരുന്നേനെ. ആണോ അല്ലയോ? ദുഷ്ടശക്തികളില്ല, ദൈവങ്ങളില്ല, ഉള്ളിലെ ശബ്ദങ്ങളില്ല, വെറും സമാധാനം. ശരിയല്ലേ? നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ വരദാനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ ജീവികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മളിവിടെ ആധിപത്യം പുലർത്തുന്നതിൻ്റെ ഏക കാരണം നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ശേഷിയാണ്, ശരിയല്ലേ? നമ്മുടെ മനസ്സിൻ്റെ മൂർച്ച കാരണമാണ് നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു. ഇത് പ്രശ്നമാകാൻ കാരണം ഞങ്ങൾ നിങ്ങൾക്ക് വളരെ സങ്കീർണമായ ഒരു യന്ത്രം നൽകി. പക്ഷേ നിങ്ങളതിൻ്റെ യൂസർ മാനുവൽ വായിക്കാൻ ശ്രമിച്ചില്ല. പകരം നിങ്ങൾ അന്ധമായി അത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ പലതരം കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ സ്വന്തം ബുദ്ധി നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. യാതൊരു കാരണവുമില്ലാതെ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളെ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് വിടുകയാണെങ്കിൽ, അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ദുഃഖിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം നിങ്ങൾ മോശം കൂട്ടുകെട്ടിലാണെന്നാണ്. ഹലോ, ഞാൻ കൂടെയുള്ളപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ അത് എൻ്റെ കുഴപ്പമാകാം. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മോശം കൂട്ടുകെട്ടിലാണ്, ശരിയല്ലേ? ആ ഒരു കാര്യം നിങ്ങൾ ശരിയാക്കിയെടുക്കണം. ഇവൻ ഒരിക്കലും ഒരു മോശം കൂട്ടുകാരനാകരുത്. നിങ്ങളുടെ ഏറ്റവും മികച്ച കൂട്ടുകാരൻ ഇതാണ്. ഇതിന് ലളിതമായ ഒരു ചികിത്സയുണ്ട്. ആ ലളിതമായ വഴി ഇതാണ്. നിങ്ങളിതൊന്ന് കണ്ടു തുടങ്ങുക. എൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും, നല്ല കാര്യമായാലും മോശമായാലും അനാവശ്യ കാര്യമായാലും വലിയ നേട്ടങ്ങളായാലും, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, ഇനി എന്തൊക്കെ സംഭവിച്ചില്ലെങ്കിലും അതിനെല്ലാം ഉത്തരവാദി ഞാൻ മാത്രമാണ്. ഇപ്പോൾ അവിടെ ഒരാൾ മാത്രമേ ഉണ്ടാകൂ. ഇതെല്ലാം എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് കണ്ടാൽ ഇവിടെ ഒരാൾ മാത്രമേ ഉണ്ടാകൂ. അല്ലെങ്കിൽ ഇവിടെ ദൈവം സംസാരിക്കും, അവിടെ പിശാച് സംസാരിക്കും, ഇപ്പുറത്ത് ആത്മാവ് സംസാരിക്കും, മറ്റൊരിടത്ത് പരമാത്മാവ് സംസാരിക്കും. ഇവരെല്ലാം നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കും.